ഹലോ ഓൾ PSC ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ബുക്കർ പ്രൈസ് നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പോൾ ലിഞ്ച്. അപ്പോൾ പോൾ ലിഞ്ചാണ് 2023 ബുക്കർ പ്രൈസ് നേടിയത്. അപ്പോൾ 2023 ബുക്കർ പ്രൈസ് നേടിയത് പോൾ ലിഞ്ചാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ചലച്ചിത്ര താരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ദ്രൻസ്. അപ്പോൾ ഇന്ദ്രൻസ് ആണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ചലച്ചിത്ര താരം. അപ്പോൾ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ചലച്ചിത്ര താരം ഇന്ദ്രൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ലോക ആഹാര ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജങ്ക് ഫുഡ് ശീലം കുറയ്ക്കുന്നതിനായുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരളം. അപ്പോൾ കേരളമാണ് 2023 ലോക ആഹാര ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജങ്ക് ഫുഡ് ശീലം കുറയ്ക്കുന്നതിനായുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയത്. അപ്പോൾ 2023 ലോക ആഹാര ദിനത്തോടനുബന്ധിച്ച് കുട്ടികളിൽ ജങ്ക് ഫുഡ് ശീലം കുറയ്ക്കുന്നതിനായുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയത് കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഇൻ്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയാണ് 2024 ഇൻ്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം. അപ്പോൾ 2024 ഇൻ്റർനാഷണൽ ഷുഗർ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ജനുവരി 16. അപ്പോൾ ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ജനുവരി 16. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അരിപ്പ. അപ്പോൾ അരിപ്പയിലാണ് കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പയിലാണ്. അടുത്ത ചോദ്യം. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി ഹെൽത്ത് ലൈൻ പദ്ധതി ആരംഭിച്ച ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ. അപ്പോൾ ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി ഹെൽത്ത് ലൈൻ പദ്ധതി ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി ഹെൽത്ത് ലൈൻ പദ്ധതി ആരംഭിച്ചത്. അടുത്ത ചോദ്യം. 2023 ഒക്ടോബറിൽ സ്ഥാപിതമായതിൻ്റെ 135-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോന്നി. അപ്പോൾ കോന്നി റിസർവ് വനമാണ് 2023 ഒക്ടോബറിൽ സ്ഥാപിതമായതിൻ്റെ 135-ാം വാർഷികം ആഘോഷിച്ചത്. അപ്പോൾ 2023 ഒക്ടോബറിൽ സ്ഥാപിതമായതിൻ്റെ 135-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനം കോന്നി റിസർവ് വനമാണ്. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും ഗവേണൻസ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, KREAP. അപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും ഗവേണൻസ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് KREAP. അപ്പോൾ KREAP എന്ന സോഫ്റ്റ്വെയർ ആണ് സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കോളേജുകളിലും ഗവേണൻസ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ. അടുത്ത ചോദ്യം. ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആമസോൺ. അപ്പോൾ ആമസോൺ എന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ ജലപാതയിലൂടെ ചരക്ക് നീക്കത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പിടുന്ന ആദ്യത്തെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആമസോൺ ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിച്ച ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊന്മുടി. അപ്പോൾ ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിച്ച ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി പൊന്മുടിയായിരുന്നു. അപ്പോൾ പൊന്മുടിയായിരുന്നു ഇന്ത്യ ആദ്യമായി ആതിഥ്യം വഹിച്ച ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അടുത്ത ചോദ്യം. കേരള വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്ന മെഡിക്കൽ കോളേജ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കേരള വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്നത്. കേരള വൺ ഹെൽത്ത് സെൻറ്റർ ഫോർ നിപ്പ റിസർച്ച് നിലവിൽ വന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അടുത്ത ചോദ്യം.
രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫെഡറൽ ബാങ്ക്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കാണ് രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം ഫെഡറൽ ബാങ്കാണ്. അടുത്ത ചോദ്യം, 74ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ ആശയം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്ത്രീ ശാക്തീകരണം. അപ്പോൾ 74ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ ആശയം സ്ത്രീ ശാക്തീകരണമായിരുന്നു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നതായിരുന്നു 74ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ ആശയം. അടുത്ത ചോദ്യം, ഇരുചക്ര വാഹനങ്ങളുടെ നിരത്തിലെ മത്സരയോട്ടം തടയാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ റേസ്. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെ നിരത്തിലെ മത്സരയോട്ടം തടയാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടിയാണ് ഓപ്പറേഷൻ റേസ്. അപ്പോൾ ഓപ്പറേഷൻ റേസ് എന്നതാണ് ഇരുചക്ര വാഹനങ്ങളുടെ നിരത്തിലെ മത്സരയോട്ടം തടയാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടി. അടുത്ത ചോദ്യം, 2023 എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 4. അപ്പോൾ 2023 4 മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 എത്ര മലയാളികൾക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? 4 മലയാളികൾക്ക്. അടുത്ത ചോദ്യം, സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നീരാക്ഷി. അപ്പോൾ സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി. അപ്പോൾ നീരാക്ഷിയാണ് സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. അടുത്ത ചോദ്യം, 2023 വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, തേക്കടി. അപ്പോൾ തേക്കടിയിലാണ് 2023 വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. അപ്പോൾ 2023 വനമഹോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് തേക്കടിയിലാണ്. അടുത്ത ചോദ്യം, മിഗ്ജാം ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മ്യാൻമാർ. അപ്പോൾ മിഗ്ജാം ചുഴലിക്കാറ്റിന് ആ പേര് നിർദ്ദേശിച്ചത് മ്യാൻമാറാണ്. അപ്പോൾ മ്യാൻമാറാണ് മിഗ്ജാം ചുഴലിക്കാറ്റിന് മിഗ്ജാം എന്ന പേര് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, വയനാട്. അപ്പോൾ വയനാട് ജില്ലയാണ് 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല. അപ്പോൾ 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല വയനാടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.